ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സൗമ്യ അജിൻ. ഇന്ന് കേരള PSൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. മേക്ക് ഇൻ കേരള പദ്ധതിയുടെ അംബാസഡർ ആരാണ്? മമ്മൂട്ടി. അതുപോലെ കേരള വോളിബോളിൻ്റെയും സേഫ് ക്യാമ്പസ്, ക്ലീൻ ക്യാമ്പസ് എന്നീ 3 പദ്ധതികളുടെയും അംബാസഡർ മമ്മൂട്ടിയാണ്. മേക്ക് ഇൻ കേരള, കേരള വോളിബോൾ, സേഫ് ക്യാമ്പസ്, ക്ലീൻ ക്യാമ്പസ് ഈ 3 പദ്ധതികളുടെയും അംബാസഡർ മമ്മൂട്ടി ആണ്. സംസ്ഥാന ലഹരി വിരുദ്ധ പ്രചാരണത്തിൻ്റെ അംബാസഡർ എന്ന് പറയുന്നത് സച്ചിനാണ്. 2016 കേരള നിയമസഭ ഇലക്ഷൻ്റെ അംബാസഡർ എന്ന് പറയുന്നത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ്. കേരള ആയുർവേദ അംബാസഡർ, ആയുർവേദത്തിൻ്റെ അംബാസഡർ എന്ന് പറയുന്നത് ടെന്നീസ് താരമായ സ്റ്റെഫി ഗ്രാഫാണ്. കേരള സർക്കാരിൻ്റെ തൊഴിൽ നൈപുണ്യ വികസന അംബാസഡർ എന്ന് പറയുന്നത് മഞ്ജു വാര്യരാണ്. തൊഴിൽ നൈപുണ്യ വികസന അംബാസഡറാണ് മഞ്ജു വാര്യർ. കേന്ദ്ര സർക്കാർ പദ്ധതിയായ സ്വച്ഛ് ഭാരത് മിഷൻ്റെ അംബാസഡർ എന്ന് പറയുന്നത് ദിയ മിർസയാണ്. സിനിമാ നടിയായ ദിയ മിർസയാണ്. ഒളിമ്പിക്സ് പോഡിയം സ്കീം അംബാസഡർ അഞ്ജു ബോബി ജോർജാണ്. ഒളിമ്പിക്സോട് റിലേറ്റഡ് വരുന്നത് അഞ്ജു ബോബി ജോർജാണ് വരുന്നത്. അവർ ഗേസ് അവർ പ്രൈഡ് എന്ന പദ്ധതിയുടെ അംബാസഡർ എന്ന് പറയുന്നത് പ്രിയങ്ക ചോപ്രയാണ്. ഡിജിറ്റൽ ഇന്ത്യയുടെ അംബാസഡർ എന്ന് പറയുന്നത് കൃതി തിവാരിയാണ്. ഡിജിറ്റൽ ഇന്ത്യ കൃതി തിവാരി. രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ ഗണിതശാസ്ത്ര വിഷയങ്ങളിൽ കുട്ടികൾക്ക് ആഭിമുഖ്യം വളർത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അതിൻ്റെ അംബാസഡർ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ്. നേരത്തെ പറഞ്ഞിരുന്നു 2016 നിയമസഭാ ഇലക്ഷൻ്റെയും അംബാസഡർ മജീഷ്യൻ മുതുകാടായിരുന്നു. ഗണിതശാസ്ത്രമായിട്ടുള്ള ബന്ധപ്പെട്ട പദ്ധതികളിലും മുതുകാടാണ് അംബാസഡർ. സ്കിൽ ഇന്ത്യ നൈപുണ്യ വികസന പദ്ധതിയുടെ അംബാസഡർ സച്ചിൻ തെണ്ടുൽക്കറാണ്. സ്കിൽ ഇന്ത്യ നൈപുണ്യ വികസന പദ്ധതി. ഇന്ത്യൻ ഒളിമ്പിക്സിൻ്റെ ഗുഡ്വിൽ അംബാസഡർമാരിൽ 4 പേരാണ് വരുന്നത്. സൽമാൻ ഖാൻ, സച്ചിൻ തെണ്ടുൽക്കർ, അഭിനവ് ബിന്ദ്ര, AR റഹ്മാൻ. നിർമ്മൽ ഭാരത് അഭിയാൻ എന്ന പ്രോജക്റ്റിൻ്റെ അംബാസഡറാണ് വിദ്യാ ബാലൻ. ഹരിയാന സംസ്ഥാനത്തിൻ്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ അംബാസഡർ സാക്ഷി മാലിക്കാണ്. അത് ഹരിയാന സംസ്ഥാനത്തിനെയാണ് പറഞ്ഞത്. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ സെയിം പ്രോജക്റ്റ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ അംബാസഡർ മാധുരി ദീക്ഷിത്താണ്. കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗമായ CRPFൻ്റെ അംബാസഡർ എന്ന് പറയുന്നത് PV സിന്ധു ആണ്. CRPFൻ്റെ അംബാസഡറാണ് PV സിന്ധു. വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറാണ് സച്ചിൻ തെണ്ടുൽക്കർ. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറാണ് KJ യേശുദാസ്. കേരളത്തിൻ്റെ പ്രോജക്റ്റാണ് ഹരിത കേരളം. അതിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് KJ യേശുദാസ്. ഹരിത കേരളം പദ്ധതിയുടെ അധ്യക്ഷൻ പിണറായി വിജയനായിരുന്നു. അംബാസഡർ KJ യേശുദാസും അധ്യക്ഷൻ പിണറായി വിജയനുമായിരുന്നു. അതുല്യം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ദിലീപാണ്. അതായത് സാക്ഷരത റിലേറ്റഡ് ആയിട്ടുള്ള പദ്ധതിയാണ് അതുല്യം. അതിൻ്റെ അംബാസഡറാണ് ദിലീപ്. നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് P സദാശിവം. അതായത് നമ്മുടെ ഗവർണറായ P സദാശിവമായിരുന്നു നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത്. കേരള ബാഡ്മിൻ്റൻ്റെയും കേരള ഹോക്കിയുടെയും അംബാസഡർ സുരേഷ് ഗോപിയാണ്. കേരള അത്ലറ്റിക്സിൻ്റെയും കേരള കൈത്തറിയുടെയും ബ്രാൻഡ് അംബാസഡർ മോഹൻലാലാണ്. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച ശുഭയാത്ര പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡർ മോഹൻലാലാണ്. ശുഭയാത്ര പദ്ധതിയുടെ അംബാസഡറാണ് മോഹൻലാൽ. ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറാണ് മമ്മൂട്ടി. ഓരോ പദ്ധതിയുടെയും അംബാസഡേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓരോ പദ്ധതിയും എന്താണ് പ്രതിപാദിക്കുന്നതെന്നും അതിൻ്റെ അംബാസഡർ ആരാണെന്നും പഠിച്ചു വച്ചിരിക്കണം. താങ്ക്